പീകോക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് 2026 കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള സഹകരണ ബാങ്കുകളിലേക്ക് നിരവധി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സഹകരണ ബാങ്കുകളിലേക്കും സംഘങ്ങളിലേക്കും ഇനി പറയുന്ന തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. സെക്രട്ടറി കാറ്റഗറി നമ്പർ 8/2026, അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 9/2026, ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് കാറ്റഗറി നമ്പർ 10/2026, ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് കാറ്റഗറി നമ്പർ 11/2026, ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെ കാറ്റഗറി നമ്പർ 12/2026, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ കാറ്റഗറി നമ്പർ 13/2026, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ 14/2026. ഓരോ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ SSLC അല്ലെങ്കിൽ തതുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. കൂടാതെ JDC അല്ലെങ്കിൽ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BCom ബിരുദം അല്ലെങ്കിൽ സഹകരണം ഒരു വിഷയമായി പഠിച്ച ബിരുദം, ഉദാഹരണം BSc അഗ്രികൾച്ചർ വിത്ത് കോർപ്പറേഷൻ. ശമ്പളം വരുന്നത് ഏകദേശം 18,000 രൂപ മുതൽ 50,000+ രൂപ വരെയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും. സെക്രട്ടറി ഓർ അസിസ്റ്റന്റ് സെക്രട്ടറി വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദവും HDC ഓർ HDC ആൻഡ് BM അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ. ഉയർന്ന തസ്തികകളിലേക്ക് നിശ്ചിത വർഷത്തെ പ്രവൃത്തി പരിചയം കൂടെ ആവശ്യമുണ്ട്. ശമ്പളം വരുന്നത് ഏകദേശം 30,000 രൂപ മുതൽ 90,000+ രൂപ വരെയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. ശമ്പളം വരുന്നത് ഏകദേശം 17,000 രൂപ മുതൽ 45,000+ രൂപ വരെയാണ് സാലറി ആയിട്ട് കിട്ടുന്നത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് BTech, CS ഓർ IT ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ MCA ഓർ MSc കമ്പ്യൂട്ടർ സയൻസ്. ശമ്പളം വരുന്നത് ഏകദേശം 25,000 രൂപ മുതൽ 70,000+ രൂപ വരെയാണ് സാലറി ആയിട്ട് കിട്ടുന്നത്. ജനറൽ ഓർ OBC ഒരു തസ്തികയ്ക്ക് 150 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അധികമായി അപേക്ഷിക്കുന്ന ഓരോ തസ്തികയ്ക്കും 50 രൂപ വീതം കൂടും. SC ഓർ ST ഒരു തസ്തികയ്ക്ക് 50 രൂപയാണ്. അധികമായി അപേക്ഷിക്കുന്ന ഓരോ തസ്തികയ്ക്കും 50 രൂപ വീതം കൂടും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 2026 ഏപ്രിൽ 4 ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ഉപയോഗിച്ച് അപേക്ഷിക്കാം. പുതുതായി അപേക്ഷിക്കുന്നവർ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.